ഹേ എവ്രി വൺ. UK-യിൽ NHS-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓൺ വോയിസിൽ ഇന്ന് വരുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ജോബിനെ പറ്റിയിട്ടും എനിക്ക് എങ്ങനെ ഈ ജോബ് കിട്ടി എന്നുള്ളതും അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ UK-യിലെ NHS-ൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം തികയുന്നു, അത്ര ആയിട്ടുള്ളൂ. അപ്പം ഇതിനിടയിൽ ഞാൻ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് 1-2 വട്ടമായിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് DMs പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുണ്ടായി. മീൻസ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് ജോബ് കിട്ടി, ഹെൽപ്പ് ചെയ്യാമോ, എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് DMs വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ലൂട്ടനിലാണ് മുന്നേ താമസിച്ചിരുന്നത്. അപ്പം അവിടെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിന് അവരും എനിക്ക് ജോലി കിട്ടിയെന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവരും NHS-ൽ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാടായിട്ട് NHS-ൽ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നോട് ഹെൽപ്പ് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്, എന്തൊക്കെ അതിന് ചെയ്തു, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതികൾ, പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്, അത് എങ്ങനെ തയ്യാറാക്കി, അതെങ്ങനെ സെറ്റാക്കി എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മീൻസ് എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഞാൻ അവരോട് ഷെയർ ചെയ്തു. ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വന്നു തുടങ്ങിയത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഞാൻ അവർക്ക് ഷെയർ ചെയ്തു. എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പേ വരെ അവർക്ക് റിജക്ഷൻ മാത്രം വന്നിരുന്നത്. എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അവർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ സമയം അവർക്ക് ഇൻ്റർവ്യൂവിന് ഇൻവിറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അത് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. കാരണം എനിക്കും ഇൻവിറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി, ഞാൻ കൊടുത്ത എനിക്കറിയാവുന്നവർക്ക് എൻ്റെ ഫ്രണ്ട്സിനും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത്. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡോട് വർക്ക് ചെയ്ത കുറച്ച് പേർക്ക് ഇതുപോലെ ഞങ്ങൾ മൂവ് ചെയ്യുന്നു, എനിക്ക് ജോബ് കിട്ടി എന്ന് അവരോട് പറഞ്ഞ സമയത്ത് അവരും ചോദിച്ചിരുന്നു ഹെൽപ്പ്. മീൻസ് അവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, വേക്കൻസീസിനെ കുറിച്ച്, പിന്നെ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്, മെയിനായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവരും ഹെൽപ്പ് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അവരെൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അവർ അപ്ലൈ ചെയ്തു. അങ്ങനെ അവർക്ക് റീസെൻ്റ്ലി അല്ല, ഒരു മാസമായി അവർക്ക് ജോബ് സെറ്റായി. അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി, ഇൻ്റർവ്യൂവിന് പോയി, ജോബ് സെറ്റായി. ഒരു മാസമായിട്ട് അവരിപ്പം NHS-ൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറൊരു ഫ്രണ്ടിന് നോട്ടിംഗ്ഹാം ട്രസ്റ്റിൽ കിട്ടി, പിന്നെ വെയിൽസിൽ വേറൊരാൾ മൂവ് ചെയ്തു. അപ്പം ഇതെല്ലാം ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്ത് അവർക്ക് ഇൻ്റർവ്യൂവിൽ ഇൻവിറ്റേഷൻ കിട്ടി എന്നുള്ളത്, അതുവരെ അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടാതിരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. മീൻസ് നമുക്ക് മെയിനായിട്ട് അവർ നോക്കുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണ്. അത് നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് നന്നായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യില്ല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുള്ള കാര്യം തന്നെ എന്തോ, നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടണം ഇൻ്റർവ്യൂവിന്. പിന്നുള്ളതൊക്കെ അതിന് പുറമെയുള്ള കാര്യമല്ലേ. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇൻ്റർവ്യൂ സെറ്റ് ആക്കുക എന്നുള്ളത് വേറൊരു സ്റ്റെപ്പാണ്. അപ്പം അങ്ങനെ ഒരു 3-4 പേർക്കിപ്പം എൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ റീസെൻ്റ്ലി എൻ്റെ എക്സ് ഹൗസ് മേറ്റ് എന്നെ കോൾ ചെയ്തിരുന്നു. ഒരു 3 ദിവസം മുമ്പേ കോൾ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് സെലക്റ്റായി, എന്നെ അവർ റിക്രൂട്ട് ചെയ്തു. അത് ബക്കിംഗ്ഹാംഷയർ ട്രസ്റ്റിലാണ് റിക്രൂട്ട് ചെയ്തു. അതും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മീൻസ് അതും ഞാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. അത് വെച്ചിട്ട് അവർ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് ഇൻ്റർവ്യൂവിനും സെലക്റ്റായി. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ അപ്പോൾ എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയി. കാരണം ബാക്കിയുള്ളവർക്കും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ എന്നോർത്തിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് എനിക്കറിയാം NHS-ൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം അതൊരു കറൻ്റ്ലി ഒരു ജോബ് എന്നുള്ളതല്ലല്ലോ, നമുക്കൊരു ഫ്യൂച്ചറിലേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടതെന്ന് ഓർക്കുമ്പം എല്ലാവരും NHS-ലോട്ട് കയറാനാണ് ഇപ്പം മാക്സിമം ആൾക്കാരും എനിക്കറിയാവുന്നവരെല്ലാം ഇവിടെ UK-യിൽ നോക്കുന്നത്. അപ്പം അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരുപാട് പേര് എനിക്കറിയാം ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ കിട്ടാതെ എല്ലാം റിജക്റ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കിതുപോലെ പറഞ്ഞു തരാനോ ചെയ്തു തരാനോ ഒന്നും ആരും ഉണ്ടായില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് എന്നെ എൻകറേജ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇതിലെത്തി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഹസ്ബൻഡ് തന്നെ എനിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുത്തിയിരുന്ന് നോക്കി എടുത്ത് തന്ന് ഞാൻ ഒരു ദിവസം ഒരു 10 ആപ്ലിക്കേഷൻ ഞാൻ ഒറ്റയടിക്ക് കൊടുത്തിട്ടുണ്ട്. മീൻസ് എല്ലാവരും 1-2 ആപ്ലിക്കേഷൻ മാക്സിമം ഒരു ദിവസം കൊടുക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരു 10 ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തതിൽ നിന്നാണ് 5 എനിക്ക് ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ ഒന്നിച്ച് കിട്ടി. അതായത് ഒരാഴ്ച തന്നെ എനിക്കൊരു 3-4 ഇമെയിൽസ്
ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇൻവൈറ്റ് ചെയ്തിട്ട്. അതിൽ നിന്ന് ഒന്നാണ് ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് അതിനൊരു ഒരു റിസൾട്ട് കിട്ടിയിട്ട് അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് അവർക്കും ജോലി കിട്ടും എന്നൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് സെറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ കോൾസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 10 ആപ്ലിക്കേഷൻസ് ഒരു ദിവസം കൊടുത്തപ്പോഴാണെങ്കിൽ 5 വന്നത്. അങ്ങനെയും ഇല്ല, 1 or 2 ചിലപ്പം അത് ഓരോരുത്തരുടെ ഒരു ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് വിളിച്ചെന്നിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 കൊടുത്താൽ അതിൽ നിന്ന് 1 വിളിച്ചെന്നിരിക്കും. അപ്പം അതൊക്കെ ഡിപ്പെൻസ് ആണ്. അതൊക്കെ ഓരോ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണത്. ഞാൻ അത്രയും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ എന്തായാലും വേണ്ടി വരും NHS. കാരണം അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മളത് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൻ്റെ ഹെൽപ്പ് അപ്ലൈ ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്തോളൂ, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യുന്നതിലും ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ടൊന്നും വിഷയമില്ല. കാരണം അത് വെച്ചിട്ട് രക്ഷപ്പെട്ടു പോയ കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പം എന്തായാലും അത് എഫക്റ്റീവ് ആകും നിങ്ങൾക്കും ഉള്ളൊരു വിശ്വാസമുണ്ട്. എന്ത് ഹെൽപ്പ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.